കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ധൈര്യമായിരിക്കുവിൻ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. കാരണം സർവശക്തനായ ദൈവം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവമഹത്വം നീ കാണും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നമ്മൾ കാണും. ഏത് അവസ്ഥയിലും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്ന നല്ല അപ്പനാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവായ ദൈവത്തോട് പറയണം. ലാസർ മരിച്ചു എന്ന് കർത്താവിനോട് പറഞ്ഞു. കർത്താവെ, ഇപ്പോൾ ദുർഗന്ധം വമിക്കുന്നുണ്ടാകും. ഇത് 4-ാം ദിവസമാണെന്ന് യേശുവിനോട് മാർത്ത പറഞ്ഞു. സ്നേഹമുള്ളവരെ, മാർത്തയും മറിയവും സഹോദരൻ മരിച്ചു എന്നും 4 ദിവസമായി എന്നും ദുർഗന്ധം വമിക്കുന്നു എന്നും യേശുവിനോട് പറഞ്ഞപ്പോൾ അവരുടെ അവസ്ഥയെ ദൈവം മാറ്റുകയാണ്. നമ്മുടെ ഏത് അവസ്ഥയും ദൈവത്തോട് പറയണം. പാപ അവസ്ഥയിലാണോ, ആ അവസ്ഥയെ മാറ്റുവാൻ ദൈവത്തോട് പറയണം. ജീവിതം ദുർഗന്ധം വമിക്കുന്നുണ്ടാകാം, പരാജയമാകാം, ആകുലതയാകാം, രോഗമാകാം. ദൈവത്തോട് പറയണം. നമ്മുടെ ഞെരുക്കങ്ങളും നമ്മുടെ നിരാശകളും സകലതും മാറ്റുന്ന കർത്താവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയണം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. 4 ദിവസമായി മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട ലാസറിന്റെ ശരീരം യേശു ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നു. മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റു. അവരുടെ ദുഃഖം സന്തോഷമായി മാറി. അവരുടെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ അവസ്ഥകൾ കേട്ട് നമ്മോടൊപ്പം കരയുകയും അതിന് പരിഹാരം നൽകുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം തീർന്നു എന്ന് വിചാരിക്കുന്നിടത്ത്, തകർന്നു എന്ന് നാം കരുതുന്നിടത്ത് ദൈവം പുതുജീവിതവും ജീവനും നമുക്ക് നൽകും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. യാവേ 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 യാവേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ ദൈവത്തെ ഇന്ന് നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. അവിടുത്തെ നാമത്തെ നമുക്ക് ഉയർത്താം. അവിടുന്ന് ഉന്നതമായ നാമത്തിൽ അർഹൻ. ആ കർത്താവായ യേശുവിന്റെ നാമത്തെ വിളിച്ച് ഈ നിമിഷം വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ആർത്തിടും സ്തുതിച്ചാർത്തിടും യേശു രാജാവിനെ. ആമേൻ, ആമേൻ. വാഴ്ത്തിടുന്നേ, ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതമാം നാമമേ. ആർത്തിടും സ്തുതിച്ചാർത്തിടും യേശു രാജാവിനെ. വാഴ്ത്തിടുന്നേ, ഞങ്ങൾ വണങ്ങിടുന്നേ ഉന്നതമാം നാമമേ. യാവേ ആമേൻ. യാവേ യാവേ യാവേ. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവായ യേശുവിനോട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ കർത്താവ് അനുഗ്രഹിക്കുവാനായി അവിടുത്തോട് ഈ നിമിഷം നമ്മുടെ സകല പ്രാർത്ഥനകളും കൊടുത്ത് ഈ നിമിഷം അവിടുത്തെ മഹത്വപ്പെടുത്താം. കർത്താവിനോട് പറയും, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൻ പരിശോധന പൊന്നുരുക്കും പോലെയല്ലേ. ആ പൊന്നുരുക്കും ശോധനയിൽ ഞാൻ ആശ്രയിക്കും നാമമിത്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തിൻ പരിശോധന പൊന്നുരുക്കും പോലെയല്ലേ. ആ പൊന്നുരുക്കും
പരിശോധനയിൽ ഞാൻ ആശ്രയിക്കും നാമമിത്. യാവേ, 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 യാവേ. ഹോരേബിലെ മുൾപ്പടർപ്പിൽ മോശയെ ശക്തിപ്പെടുത്തിയ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളെ വിജയമാക്കി തരുവാനും നമ്മെ ബലപ്പെടുത്തുവാനും അവിടുത്തെ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് എന്നെ നിറയ്ക്കണം. ഹോരേബിലെ മുൾപ്പടർപ്പിൽ നീ ആരെന്നുള്ള ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ. ഹോരേബിലെ മുൾപ്പടർപ്പിൽ നീ ആരെന്നുള്ള ചോദ്യത്തിന് ഞാനാകുന്നവൻ ഞാനെന്ന് അരുളിയ സത്യദൈവമേ. ആമേൻ. യാവേ, യാവേ, ഓ യാഹ്വേയായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. യാവേ, 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 യാവേ. കർത്താവായ യേശുവിന്റെ നാമത്തിന് മുതൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങും. എല്ലാ നാമം ഏറ്റുപാടും യേശു ക്രിസ്തു ദൈവവും കർത്താവുമെന്ന് ആ നാമത്തെ വിളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കർത്താവിന്റെ നാമത്തെ ഈ നിമിഷം നമ്മുടെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയും. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും, യേശു മാത്രം കർത്താവെന്ന് ആ നാമത്തിന്റെ മഹത്വത്തിനാ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ഏറ്റുപാടും, യേശു മാത്രം കർത്താവെന്ന് ആ നാമത്തിന്റെ മഹത്വത്തിനായി. യാവേ, ഓ യാഹ്വേയായ ദൈവമേ, കർത്താവായ യേശുവേ, സ്തോത്രം. യാവേ, 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 യാവേ. ഇന്ന് നിങ്ങളുടെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന കർത്താവായ ദൈവം ശ്രവിച്ച് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.